ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാളെ കൂടുതൽ ഇന്ത്യക്കാർ തിരിച്ചെത്തും. ഇൻഡിഗോ 30 സർവീസുകൾ നടത്തും. എയർ ഇന്ത്യയുടെ 23 സർവീസുകളും ഇന്ത്യയിലേക്കുണ്ടാകും. വ്യോമാതിർത്തി കേന്ദ്രീകരിച്ച് കൂടുതൽ നടപടികൾ ആരംഭിച്ചതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഷിനോജ് ഷംസുദ്ദീൻ ചേരുകയാണ്. ഷിനോജ്, അവിടെ ആകാശമാർഗമുള്ള യാത്രകൾ അത് സാധാരണ നിലയിലേക്ക് ആകും അധികം വൈകാതെ എന്നുള്ളതിന്റെ സൂചന ഒരുപക്ഷെ വന്നു തുടങ്ങുകയാണ്. അതെ, ഇന്ന് ഉന്നതതല ഒരു സമിതി മാധ്യമങ്ങളെ കണ്ടിരുന്നു. UAE-യുടെ മന്ത്രിമാരും സഹമന്ത്രിമാരും അതുപോലെ സൈനിക ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഒരു മീഡിയ ബ്രീഫിംഗ് നടത്തിയിരുന്നു. അതിൽ നൽകിയ വിവരമനുസരിച്ച് 18,000-ഓളം പേരെ, കുടുങ്ങിക്കിടന്ന 18,000-ഓളം പേരെ അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ സർവീസ് കൊണ്ട് എന്നാണ്. ഇനിയും ഒരു 80ഓളം സർവീസുകൾ അത്തരത്തിൽ ആവശ്യമായി വരും എന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. ഇതിനായി ഒരു സേഫ് കോറിഡോർ, ഒരു സുരക്ഷിത ഇടനാഴി അയൽ രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് തയ്യാറാക്കാൻ ശ്രമിക്കുകയാണ് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന വാർത്ത എന്നുള്ളത് ഫുജൈറയിൽ നിന്ന് നാളെ ഒരു 8 സർവീസുകൾ ഇന്ത്യയിലേക്ക് നടത്താൻ സ്പൈസ്ജെറ്റ് തയ്യാറായിട്ടുണ്ട്. അത് കൊച്ചിയിലേക്കടക്കമാണ് സർവീസ്. നാളെ രാത്രി 8 മണിക്ക് ശേഷമായിരിക്കും കൊച്ചിയിലേക്കുള്ള വിമാനം പുറപ്പെടുക. അത് മുംബൈ, ഡൽഹി തുടങ്ങിയ പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലേക്കും സ്പൈസ്ജെറ്റ് ഇത്തരത്തിൽ സ്പെഷ്യൽ ഫ്ലൈറ്റ് പറത്താനായിട്ട് തയ്യാറായിട്ടുണ്ട്. മറ്റ് ഇന്ത്യൻ വിമാനങ്ങളൊന്നും UAE-യിലേക്ക് ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. മറ്റ് UAE വിമാനങ്ങളും അടുത്ത ദിവസം. ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകുന്നത്. ഫുജൈറയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഉൾപ്പെടെ 8 പ്രത്യേക വിമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്പൈസ്ജെറ്റ്. നാളെ രാത്രി 8:50 കൊച്ചിയിലേക്കുള്ള ഈ വിമാനം. എമിറേറ്റ്സ് വിമാനങ്ങൾ നാളെ രാത്രി 12 മണി വരെ സർവീസ് നടത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്തിഹാദ് വിമാനങ്ങൾ മറ്റന്നാൾ വരെ സർവീസില്ല. എയർ അറേബ്യയുടെ സർവീസുകൾ നാളെ ഉച്ചവരെ ഉണ്ടാകില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കത്ത് സർവീസ് നാളെയും തുടരും. കൊച്ചി, കോഴിക്കോട്, ബംഗളൂരു, മുംബൈ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കായിരിക്കും സർവീസ് ഉണ്ടാവുക. ഡൽഹി, കൊച്ചി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ള വാർത്ത കൂടി വരികയാണ്.